ആ ഗാലറിയിലാകെ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടത്തേക്ക് ആൾക്കാർ പ്രവേശിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആരാധകരുടെ ഒരു തള്ളിക്കയറ്റം അവിടെ കാണാൻ കഴിയുന്നു. അതൊരു നീലക്കടൽ പോലെ ആയിട്ടുണ്ട് അവിടുത്തെ ഗാലറി എന്നാണ് നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവിടെ ടീമിനെ അന്തിമമായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സഞ്ജു ഇത്തവണയും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തന്റെ നാട്ടിൽ തന്നെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര മത്സരം, അതും ഗ്രീൻഫീൽഡിൽ മത്സരിക്കാൻ പോകുന്നു സഞ്ജു എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാ ആരാധകരും പങ്കുവെക്കുന്നുണ്ട്. അപ്പം സഞ്ജുവിനും വളരെ ക്രൂഷ്യലും വളരെ സ്പെഷ്യലുമാണ്. ഈ പരമ്പരയിൽ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം തന്നെ സഞ്ജു അത്ര നല്ല ഫോമിൽ ആയിരുന്നില്ല ബാറ്റ് ചെയ്തത്. ആദ്യ പന്തിൽ പുറത്താവുന്ന സഞ്ജുവിനൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ. അതൊക്കെ മാറ്റി ആരാധകരുടെ വലിയ പിന്തുണയോടുകൂടി തന്നെ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് ഇത്തവണ ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാം അതിനായി കാത്തിരിക്കുകയുമാണ്. ജിബിൻ ജബിയിലേക്ക് ഒരിക്കൽ കൂടി. ജിബിൻ, അവിടെ അറിയേണ്ടത് എത്രമാത്രമുണ്ട് സഞ്ജുവിനുള്ള പിന്തുണ? അത് പറയേണ്ടതില്ല എന്നറിയാം. ആദ്യം ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നത്, ഒപ്പം സഞ്ജു ടീമിലുണ്ട് എന്നതും രണ്ട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് ഗ്രീൻഫീൽഡിൽ, അല്ലേ? അത് തന്നെയാണ്. കാരണം ആരാധകർ കാത്തിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ടീമിൽ ആദ്യം ടോസ് ലഭിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, ആ തിരഞ്ഞെടുക്കുന്ന ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസൺ ഉണ്ടായിരിക്കണം. ഈ രണ്ട് ആഗ്രഹങ്ങളാണ് ഇവിടെ എത്തിയിരുന്ന എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ഉണ്ടായിരുന്നത്. അത് തന്നെ ഇപ്പോൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ബാറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. ബാറ്റിംഗ് 11ലേക്ക്, ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസൺ ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ആരാധകർ ഇവിടെ എത്തിയത് എന്തിനാണോ ആ കാഴ്ചകൾ അവർക്ക് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ അകത്ത് ഇന്ന് നേരിട്ട് കാണാൻ സാധിക്കുമെന്നതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഈ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആളുകളെല്ലാം അവരെല്ലാം ഒറ്റ വാക്കിൽ തന്നെയാണ് പറയുന്നത്, അവർക്ക് സഞ്ജുവിനെ കാണണം, സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനം കാണണം. കാരണം ഇത് തിരുവനന്തപുരമാണ്, സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ടാണ്, സഞ്ജുവിന്റെ സ്വന്തം മണ്ണാണ്. അപ്പോൾ അവിടെ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് സഞ്ജുവിന്റെ ഏറ്റവും നല്ലൊരു ഇന്നിംഗ്സ് തന്നെ ഇത് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാം സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാണാനായി എത്തിയതാണ്. സഞ്ജു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാരമല്ലേ? സഞ്ജു നമ്മളെ സ്വന്തം നാട്ടിൽ നടക്കാൻ പറ്റി നമുക്ക് സഞ്ജുവിനെ കാണാൻ നമ്മളെല്ലാവരും വന്നേക്കുന്നത്. നമ്മൾ പ്ലേയിങ് 11-ലുണ്ട്. അപ്പോൾ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 4 ഇന്നിംഗ്സിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കും. വേൾഡ് കപ്പിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ബാറ്റ്മാനായിട്ട് സഞ്ജു എന്തായാലും ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ലഭിച്ചിരിക്കണം. അപ്പോൾ എത്ര റൺസ് ഒരു ഇന്ത്യക്ക് നേടാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്? 200+ ആണ്. 200+ മേളിൽ ഇന്ന് ഇന്ത്യക്ക് ഇന്ന് സ്കോർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിനകത്ത് സഞ്ജു 100 റണ്ണും അടിച്ചിരിക്കും. അതിനാണ് ഇവരെല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് ആണ്. സഞ്ജു സെഞ്ചുറി അടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ കാണുന്നത് നമുക്ക് തൊട്ടു പിന്നില്ല, ഈ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ആദ്യം സാധിക്കുന്നത് സഞ്ജുവിന്റെ ഒരു പടുകൂറ്റൻ കട്ടൗട്ടാണ്. അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചു പറഞ്ഞു, അതായത് വിയർപ്പ് തുന്നിയിട്ട എന്താണ് കമോൺ സഞ്ജു സാംസന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് കളി കാണാൻ വരുന്നത്. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തിരിച്ചു വരും. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പുതിയ ഒരു ഇത് രചിക്കും സഞ്ജു സാംസൺ, സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.